धमकी आई। एक धमकी उस मेडिकल कॉलेज को भी उड़ाने की थी जिस पर एयर इंडिया का विमान क्रैश हुआ था। पुलिस, ETS एजेंसियां अलर्ट पर आ जाती है। उस धमकी देने वाले की तलाश शुरू होती है। कर जाता है एयर इंडिया का एक विमान उसी मेडिकल कॉलेज पर जिसे उड़ाने की धमकी एक मेल से मिली थी। इसके बाद फिर एक मेल आता है। मेल में लिखा था, अब तुम ताकत समझ गए होंगे। कल की ईमेल के तहत आज एयर इंडिया विमान को क्रैश करा दिया है। हम जानते हैं पुलिस ने इसे फर्जी धमकी समझकर नजरअंदाज किया होगा। शाबाश हमारे पायलट, अब समझ गए होंगे हम खेल नहीं खेल रहे। इस मेल को पढ़ने के बाद सुरक्षा एजेंसियों के हाथ पांव फूल गए, क्योंकि ये धमकी जो भेज रहा था वो सिर्फ गुजरात को धमकी नहीं दे रहा था, 12 राज्यों में ऐसी धमकियां उसने दी थी और 12 राज्यों की पुलिस उसकी तलाश में थी, लेकिन कोई कामयाबी हाथ नहीं लग रही थी। लेकिन कहते हैं अपराधी कितना भी शातिर क्यों न हो, वो गलती जरूर करता है, और वही गलती की इस मासूम सी दिखने वाली लड़की ने। इसका नाम है रेनी जोशिल्डा। चेन्नई की एक मल्टीनेशनल कंपनी में काम करती है, रोबोटिक इंजीनियर है, टेक्नोलॉजी में माहिर और प्यार में पागल। इतनी कि बदला लेने के लिए ഇന്ത്യ കണ്ട ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് വേണമെങ്കിൽ ഈ ഒരു അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് പറയാം. കാരണം ഇന്നും ഈ ഒരു അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മുഴുവൻ സമയം ഇതിന്റെ പിന്നാലെ തന്നെയാണ്. എന്താണ് ഇതിന് സംഭവിച്ചത്? കാരണം ഈ ഒരു അപകടം നടക്കുന്ന ടൈമിൽ അവിടെ ഒരു മോശമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പക്ഷി വന്നിടിച്ചതോ അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ എഞ്ചിന് പ്രശ്നമാണോ അല്ലെങ്കിൽ പൈലറ്റുമാരുടെ പിഴവാണോ എന്താണെന്നുള്ള ഒരു കണ്ടെത്തലിന് വേണ്ടി തന്നെയായിരുന്നു ഇത്രയും ദിവസം ഈ ഒരു അപകടം നടന്ന ഇത്രയും ദിവസം അതിന്റെ പിന്നാലെ ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഒരു എന്താണ് കാരണം എന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളിൽ ഈ ഒരു വാർത്ത വന്നത്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. അതായത് ഈ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 36 സെക്കൻഡിനുള്ളിലാണ് മെഡിക്കൽ കോളേജിലെ BJ ഹോസ്റ്റലിന്റെ പുറത്ത് നിലം പതിക്കുന്നത്. പിന്നാലെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെയായിരുന്നു ആ ഒരു വിമാനം പൊട്ടിത്തെറിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നേ ദിവസം ആ ഒരു BJ മെഡിക്കൽ ഹോസ്റ്റലിൽ അന്ന് ഒരു ഇമെയിൽ സന്ദേശം വരികയുണ്ടായി. ആ ഒരു ഇമെയിൽ സന്ദേശം ദ്വിജ് പ്രഭാകർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ ഒരു പേരിലായിരുന്നു ഒരു ഇമെയിൽ സന്ദേശം വന്നത്. ആ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത് ഈ ഒരു അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിനുള്ള കാരണം താനാണ് എന്ന് പറഞ്ഞായിരുന്നു ആ ഒരു ഇമെയിൽ സന്ദേശം ഈ ഒരു BJ മെഡിക്കൽ ഹോസ്റ്റലിലേക്ക് വന്നതും. കാരണം ഈ ഒരു അപകടത്തിന് പിന്നിൽ അട്ടിമറി തന്നെയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഈ ഒരു വ്യക്തി ഇത്തരം ഒരു ഇമെയിൽ സന്ദേശം അയച്ചത്. ശരിക്കും ഈ ഒരു സന്ദേശം കിട്ടിയപ്പോൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പിന്നാലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ആള് അല്ലെങ്കിൽ ആ ഇമെയിൽ സന്ദേശം അയച്ചത് ആ ഒരു അന്വേഷണത്തിലാണ് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ പുറപ്പെട്ടത്. കാരണം ഇത്തരത്തിൽ അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമെയിൽ സന്ദേശം, ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നതിന് പിന്നാലെ ആരുടെ കരങ്ങളാണെന്ന് അറിയാനായിരുന്നു പിന്നീടുള്ള ആ ഒരു അന്വേഷണം. ഒടുവിൽ ആ ഒരു അന്വേഷണം ചെന്നെത്തിയത്, അതായത് ഈ ഒരു ഇമെയിൽ സന്ദേശത്തിന് പിന്നിലെ ഒരു ടെക്കിക്കാരുടെ ബുദ്ധിയാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, റെനെ ജോഷിൽഡെ ആയിരുന്നു. ദ്വിജ് പ്രഭാകറിന്റെ പേരിലായിരുന്നു ആ ഒരു ഇമെയിൽ സന്ദേശം വന്നത്. ഈ ഒരു ദ്വിജ് പ്രഭാകർ എന്ന് പറയുന്നത് ഈ ഒരു റെനെ ജോഷിൽഡയുടെ ഒരു കാമുകനായിരുന്നു. അതായത് ഈ ഒരു യുവാവിന്റെ പേരിലാണ് ഈ ഒരു റെനെ ഈ ഒരു വ്യാജ ഇമെയിൽ ID ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇമെയിൽ സന്ദേശം അയച്ചത്. ഇനി എന്താണ് ഇതിന്റെ മോട്ടീവ് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, സഹപ്രവർത്തകനോടുള്ള വല്ലാത്ത ഇഷ്ടം. എന്നാൽ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല. യുവതി യുവാവിന് പണി കൊടുക്കാൻ കണ്ടെത്തിയ വഴിയായിരുന്നു ഇത്. ബോംബ് ഭീഷണിയിലൂടെ കള്ളക്കേസിൽ കൊടുക്കുക എന്നുള്ളത്. അതും ഒന്നും രണ്ടുമല്ല, 12 സംസ്ഥാനങ്ങളിലായിട്ട് 21 വ്യാജ ബോംബ് ഭീഷണികളാണ് ഈ ഒരു തമിഴ്നാട് ചെന്നൈ സ്വദേശിയായ 26-കാരിയായ റെനെ ജോഷിൽഡ സഹപ്രവർത്തകനായ യുവാവിന്റെ പേരിൽ അയച്ചത്. ഈ റെനെ ജോഷിൽഡ എന്ന് പറയുന്ന വ്യക്തി റോബോട്ടിക് എഞ്ചിനീയർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സൈബർ ബുദ്ധിയാണ് ഇവിടെ റെനെ ഉപയോഗിച്ചതെങ്കിലും ഒടുവിൽ പോലീസിന്റെ പിടിയിൽ അകപ്പെടുകയും ചെയ്തു. ഒരു പ്രശസ്ത ചോക്ലേറ്റിന്റെ പരസ്യവാചകമുണ്ട്, ഹൗ ഫാർ വിൽ യു ഗോ ഫോർ ലവ്. പ്രണയത്തിന് മാത്രമല്ല, പ്രണയപ്പകയ്ക്കും മനുഷ്യന്റെ ചിന്തയ്ക്കപ്പുറമുള്ള ദൂരം പോകാനാകും. പ്രണയപ്പക കൊണ്ട് കൊല ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടാകാം, പക്ഷെ ചെന്നൈയിലെ ഒരു ഭയങ്കര കാമുകി ചെയ്തത് അതിനും അപ്പുറത്താണ്. 11 സംസ്ഥാനങ്ങളിലേക്കായി 30-ലേറെ വ്യാജ വധഭീഷണികൾ, ഇതിനായി 1.3 ലക്ഷം ഫേക്ക് ഐഡികൾ, സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി, വ്യാജ ബലാത്സംഗ പരാതി. ഇതിനെല്ലാം ഒറ്റ ലക്ഷ്യവും, തന്നെ വിവാഹം കഴിക്കാതെ മറ്റൊരാളെ കല്യാണം കഴിച്ച ചെറുപ്പക്കാരനെ കൊല്ലാക്കൊല ചെയ്യുക, പക അത് വീട്ടിൽ തീർക്കുക. മെയ് 15-ന് രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച വ്യാജ ഭീഷണി സന്ദേശത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് ചെന്നൈയിൽ നിന്നുള്ള റെനി ജോഷിൽഡ എന്ന ടെക്കിയുടെ കുറ്റകൃത്യങ്ങളുടെ ആഴം പുറംലോകം അറിയുന്നത്. രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വ്യാജ വധഭീഷണി എത്തുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. ഇതോടൊപ്പം ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ വധിക്കുമെന്നും ശരീരം കൊത്തിനുറുക്കി പെട്ടിയിലാക്കി അതിൽ ടൈം ബോംബ് വെച്ച് ജയ്പൂരിലെ ഒരു സ്റ്റേഡിയത്തിൽ കൊണ്ടുവെക്കുമെന്നും ഭീഷണിയുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരെ അന്വേഷണം എവിടെയും എത്തിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് സൈബർ ക്രൈം ബ്രാഞ്ച് നടത്തിയ ഒരു അറസ്റ്റ് ഈ കേസിലേക്കും വെളിച്ചം വീശി.
അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ബോംബ് വെക്കുമെന്ന് വ്യാജ സന്ദേശം അയച്ച കേസിലാണ് റെനി എന്ന യുവതി അവിടെ അറസ്റ്റിലായത്. വിശദമായ അന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യലിനും ഒടുവിൽ രാജസ്ഥാനിലെയും കേരളത്തിലെയും വ്യാജ ഭീഷണി ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളിൽ റെനി നടത്തിയ സൈബർ കുറ്റങ്ങൾ പുറത്തായി. ഡെലോയിറ്റിലെ സീനിയർ കൺസൾട്ടന്റായി ജോലി ചെയ്യുന്ന വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു ചെറുപ്പക്കാരി എന്തിനിതെല്ലാം ചെയ്തു എന്ന അന്വേഷണം എത്തിനിന്നതോ ഒരു പ്രണയപകയുടെ കഥയിലാണ്. താൻ വിവാഹം കഴിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന യുവാവിനെ കേസിൽപ്പെടുത്താനാണ് ഇതെല്ലാം അപാര ബുദ്ധികൂർമ്മതയോടെ റെനി ചെയ്തത്. ഇതേ യുവാവിനെ ബലാത്സംഗ കേസിൽ കുടുക്കാൻ പലവട്ടം ശ്രമിച്ച ശേഷമായിരുന്നു റെനിയുടെ ഈ കൈവിട്ട കളി. ഭേദപ്പെട്ട കുടുംബ പശ്ചാത്തലമുള്ള റെനി ചെന്നൈയിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീ വെങ്കടേശ്വര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ബിടെക് ബിരുദം നേടി. 2017 ജൂലൈയിൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അസോസിയേറ്റായി ആക്സെഞ്ചറിൽ അവരുടെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചു. 2021 ഡിസംബർ വരെ അവിടെ തുടർന്നു. 2022 ജനുവരിയിലാണ് റെനി ഡെലോയിറ്റിൽ ജോലി ആരംഭിക്കുന്നത്. ഇതിനിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് മുതലായവയെക്കുറിച്ച് നിരന്തരം പഠിച്ചു. അത്ര വലിയ കുഴപ്പക്കാരിയായി ആരും റെനിയെ കണക്കാക്കിയിരുന്നില്ല. റെനിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില സന്ദേശങ്ങൾ വന്നുവെന്ന് സുഹൃത്തുക്കൾ പരാതി ഉന്നയിച്ചിരുന്നെങ്കിലും തന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടെന്നൊരു തൃപ്തികരമായ വിശദീകരണമാണ് റെനി അവർക്ക് നൽകിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് റെനിയുടെ ഹൃദയം തകർത്ത സംഭവം ഉണ്ടായത്. ഇവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഫെബ്രുവരിയിൽ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ഇതോടെ റെനിയുടെ സ്ഥിരബുദ്ധി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയായി. കഴിഞ്ഞ 6 മാസത്തോളം റെനി ഡാർക്ക് വെബ് ഏറെ നേരം ഉപയോഗിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് 1 ലക്ഷത്തിലേറെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ വ്യാജ വധഭീഷണി സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. ബുദ്ധിമതിയായ ടെക്കിയായ റെനി ഇതെല്ലാം പഴുതടച്ച് ചെയ്തതിനാൽ ഏറെക്കാലം ഇവർ പിടിക്കപ്പെടാതെ നടന്നു. കേരളം, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട്, ഡൽഹി, കർണാടക, ബീഹാർ, തെലങ്കാന, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ജനങ്ങളെ ഭീതിയിലാക്കുന്ന, ഉദ്യോഗസ്ഥരെ ടെൻഷനിലാക്കുന്ന സന്ദേശങ്ങൾ അയച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെയും അഹമ്മദാബാദിലെ വിമാന അപകടത്തെയും വരെ തന്ത്രപരമായി ഉപയോഗിച്ച് ആളുകളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന ഭീഷണി സന്ദേശവും റെനി അയച്ചു. 12-ാം തീയതി BJ മെഡിക്കൽ കോളേജിലേക്ക് റെനി അയച്ച സന്ദേശം അഹമ്മദാബാദ് വിമാനാപകടം അട്ടിമറിയാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു. പല സന്ദേശങ്ങൾക്കൊപ്പം പാകിസ്ഥാൻ എന്ന് ചേർത്ത് ഇവർ ജനങ്ങളുടെ ഭീതി ആളിക്കത്തിച്ചു. IPL മത്സര സമയത്തും റെനി വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ അയച്ചു. കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളെ പോലും റെനി വെറുതെ വിട്ടില്ല. സ്കൂളുകളിലും കളക്ടറേറ്റിലും സർക്കാർ ഓഫീസിലും ബോംബ് വെച്ചെന്ന് അവർ അവകാശപ്പെട്ടു. IPL മത്സരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ വന്ന ഭീഷണി സന്ദേശങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ ജ്ഞാനേന്ദ്ര സിംഗ് മാലിക്, DCPമാരായ ലവീന സിൻഹ, അജിത് രാജിയാൻ, ACP ഹാർദിക് മക്കാഡിയ എന്നിവരടങ്ങുന്ന ഒരു ഉന്നതതല സംഘത്തെ രൂപീകരിച്ചു. ഒടുവിൽ അഹമ്മദാബാദ് സൈബർ ക്രൈം ബ്രാഞ്ച് വ്യക്തമായ തെളിവുകളോടെ റെനിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ യുവാവിന്റെ പേരിൽ വ്യാജ ഇമെയിൽ ഐഡികൾ ഉണ്ടാക്കിയെടുത്ത് ജോഷിയുടെ നിരവധി ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നു. അതിലൊന്നിൽ എയർ ഇന്ത്യയുടെ അഹമ്മദാബാദ് ലണ്ടൻ വിമാന അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നുള്ള ഇമെയിലും ഉണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിൽ ചെന്നൈയിൽ നിന്നാണ് യുവതിയെ കണ്ടെത്തിയും അറസ്റ്റ് ചെയ്തതും. ഈ ഒരു റെനെ 1 വർഷത്തിലേറെയായി ഇത്തരം ഇമെയിലുകൾ അയച്ചിരുന്നു എന്നാണ് കണ്ടെത്തൽ. സൈബർ മേഖലയിലൊക്കെ പ്രാവീണ്യമുള്ള ഈ ഒരു റെനെ ജോഷിയുടെ ഒരു ചെറിയ പിഴവാണ് ശരിക്കും പറഞ്ഞ പോലീസുകാർക്ക് ഇവരെ പിടിക്കാൻ സാധിച്ചത്. അത് മറ്റൊന്നുമല്ല, സ്ഥിരം ഫേക്ക് ഐഡികളിലാണ് ഈ ഒരു മെയിൽ അയച്ചുകൊണ്ടിരുന്നത്. അറിയാണ്ട് സ്വന്തം റിയൽ ആയിട്ടുള്ള ID, ആ ഒരു ഫേക്ക് ID ഉണ്ടായിരുന്ന ആ മൊബൈലിലേക്ക് ലോഗിൻ ചെയ്തു പോയി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ റെനയെ പിടികൂടാൻ ഈ ഒരു പോലീസുകാരെ സഹായിച്ചതും അത് റിയൽ ആയിട്ട് ആരാണെന്ന് കണ്ടെത്താൻ സഹായിച്ചതും. എന്തായാലും വളരെ വിദഗ്ധമായിട്ട് തന്നെയായിരുന്നു റെനെ ഇത്തരം പരിപാടികൾ ചെയ്തിരുന്നത്. ഈ യുവതിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ ഭയങ്കര അപാരമാണ്. കാരണം മുൻപ് ആക്സെഞ്ചറിൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് സീനിയർ അനലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിരുന്നു. എഞ്ചിനീയറിംഗിൽ ബിരുദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നിവയിലൊക്കെ PGP എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസ യോഗ്യതയും അവർ നേടിയിട്ടുണ്ട്.